ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ കുട്ടിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഇപ്പോഴും എന്താണ് വയറുവേദന ഉണ്ട്. ഇത് ശരിക്കും സ്കൂളിൽ പോകാനുള്ള മടി കൊണ്ടാണോ അതോ ഈ രോഗം കൊണ്ടാണോ? പലപ്പോഴും സ്കൂളിൽ പോകാൻ നേരത്തെ കുട്ടിക്ക് വയറുവേദന എന്ന പരാതിയാണ്. അതിനോടനുബന്ധിച്ച് ഡോക്ടറെ കണ്ട് സ്കാൻ എടുത്ത് കുട്ടിക്കാണെങ്കിൽ മിസെൻട്രിക് ലിംഫാഡിനൈറ്റിസ് എന്ന രോഗമുണ്ട്. അതായത് കുട്ടികൾ കാണപ്പെടുന്ന കടലവീക്കം എന്ന രോഗമുണ്ട്. ഞാൻ ഡോക്ടർ യൂനിസ് കൊടശ്ശേരി. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഈ ഉണ്ടാകുന്ന വയറുവേദന എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് മിസെൻട്രിക് ലിംഫാഡിനൈറ്റിസ് അഥവാ കുട്ടികളിലെ കടലവീക്കമുള്ള കുട്ടികൾക്ക് പലപ്പോഴും മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ അവരുടെ വയറുവേദനയുടെ തീവ്രത കൂടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അവധി ദിവസങ്ങളിൽ കുട്ടിക്ക് വയറുവേദന ഇല്ല, എന്നാൽ ഞായറാഴ്ച രാത്രി ആകുമ്പോഴോ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ആകുമ്പോഴോ കുട്ടിക്ക് വയറുവേദന എന്ന കംപ്ലൈന്റ് കുട്ടി സ്ഥിരമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ സ്കൂളിലെ ബുദ്ധിമുട്ടുകളോ സ്ട്രെസ്സോ പരീക്ഷാ പേടിയോ അല്ലെങ്കിൽ മറ്റു മാനസിക സമ്മർദ്ദങ്ങളോ ആവാം. കുട്ടിയുടെ വയറുവേദനയോടൊപ്പം പനി, വിശപ്പില്ലായ്മ, ഭാരം കുറയുക, രാത്രിയിൽ വയറുവേദന എന്ന് പറഞ്ഞ് കുട്ടി എഴുന്നേറ്റിരിക്കുക എന്നീ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ട അവസ്ഥയിലാണ്. ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വെറുതെ നിസ്സാരമായിട്ട് നിങ്ങൾ തള്ളിക്കളയരുത്. കുട്ടിയുടെ ശരീരത്തിൽ ലിംഫ് നോഡ് വീക്കം പോലെയുള്ള കടല വീക്കം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് ചെറിയൊരു ടെൻഷനോ സമ്മർദ്ദം വരുമ്പോൾ നമ്മുടെ തലച്ചോറും വയറും തമ്മിലുള്ള ബന്ധം വഴി കുട്ടിക്ക് ആ വേദന കഠിനമായ രൂപത്തിൽ തീവ്രമായ രൂപത്തിൽ അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ ഈ വയറുവേദന കുട്ടിയുടെ അഭിനയമായിട്ട് നിങ്ങൾ തള്ളിക്കളയരുത്. രക്ഷിതാക്കൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയും. ഒന്നാമതായിട്ട് നിങ്ങൾ വയറുവേദന സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് നിർബന്ധമായിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഇതിന് ഹോമിയോപ്പതിയിൽ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. രണ്ടാമതായിട്ട് കുട്ടിയോട് ശാന്തമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, മാനസിക സമ്മർദ്ദങ്ങളുണ്ടോ, സ്കൂളിൽ പോകുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ടോ എന്നീ കാര്യങ്ങളെല്ലാം കുട്ടിയോട് ഇരുന്ന് ശാന്തമായി സംസാരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ പോലും ആഴ്ചകളോ മാസങ്ങളോ എടുത്താണ് ഇത് സാധാരണ നിലയിലേക്ക് നോർമലായി വരിക. അത്തരം സമയം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ വേദനയെ നിങ്ങൾ കളിയാക്കുകയോ അല്ലെങ്കിൽ അഭിനയം എന്ന് പറഞ്ഞു തള്ളുകയോ ചെയ്യാതെ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി കൃത്യമായ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പോംവഴി എന്നുള്ളത്. സ്കൂൾ പോകുന്ന കുട്ടികളുള്ള മറ്റു മാതാപിതാക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക.